Watch full episodes on Jio Hotstar. എന്റെ ചങ്കേന്റെ ബ്രോ, ഈ ബോൾഡസ് ഒക്കെ എങ്ങനെ കാറ്റിൽ പറക്കുന്നത്? ഒരുപക്ഷെ ആ സ്പോട്ടില് ഗ്രാവിറ്റി ഒട്ടുമില്ലേ? കണ്ടുപിടിച്ചത് കറക്റ്റ് ആണ്. ഇവിടെ എല്ലാം ബോൾഡസ് പറന്നുകൊണ്ടിരിക്കും. അതെല്ലാം നെഗറ്റീവ് ഗ്രാവിറ്റി സ്പോട്ട്സ് ആണ്. ബ്ലൂടസ് ഒരിടത്ത് മാത്രമേ ഫ്ലോട്ട് ആവുകയുള്ളൂ. പക്ഷെ കാറ്റിന്റെ വേഗത കൊണ്ട് അതെല്ലാം ഒരു ഉണ്ടയായി മാറിയിരിക്കുകയാണ്. ഇത്രയും വലിയ പാറകൾ ഫ്ലോട്ട് ആവുന്നുണ്ടോ? നിങ്ങൾ ഇതിന്റെ ഇടയിൽ കുടുങ്ങില്ലേ? അതെല്ലാം ഞങ്ങൾക്ക് ശീലമായി കഴിഞ്ഞു. അത് മുകളിൽ പോകുമ്പോൾ നമുക്ക് ഫുൾ സ്പീഡിൽ തന്നെ പോകാം. നോർമൽ സ്പീഡിൽ പോകുന്ന ആൾക്കാരാണ് ആ ഫ്ലോട്ടിൽ കുടുങ്ങി പോകുന്നത്. ആരെങ്കിലും പിടിച്ചു മാറ്റുന്നവരെ അവൻ ആ ഫ്ലോട്ടിൽ തന്നെ കുടുങ്ങി കിടക്കും. അതുപോലത്തെ ഒരുപാട് സ്പോർട്സ് സിറ്റിക്കുള്ളിൽ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. സിറ്റിക്കുള്ളിൽ യാതൊരു വിധത്തിലുള്ള നെഗറ്റീവ് സ്പോർട്സും ഉണ്ടാവില്ല. ഹായ്, കൊള്ളാലോ. ഇവിടെ ഗാർഡ്സ് ഒന്നും ഇല്ല കേട്ടോ. വരൂ, നമുക്ക് വേഗം അകത്തേക്ക് ചെല്ലാം. ഇവിടെ ഗാർഡ്സിന്റെ ഒന്നും സഹായം കിട്ടുകയില്ല. സിറ്റി മുഴുവൻ ട്രാൻസ്പെറന്റ് ഇലക്ട്രിക് കവചം കൊണ്ട് പ്രൊട്ടക്ട് ആയിരിക്കുകയാണ്. പറന്നു ചെന്നാൽ പോലും അകത്ത് കയറാൻ പറ്റുകയില്ല. ഞാനത് അട്രാക്ട് ചെയ്ത് അകത്തു പോകാനുള്ള പോർട്ടൽ ഓപ്പൺ ചെയ്യാം. നിങ്ങളടുത്ത് ചില നിമിഷങ്ങൾ മാത്രമേ ഉണ്ടാവുകയുള്ളൂ. മറ്റൊന്നും ആലോചിക്കാതെ ആ നെഗറ്റീവ് ഗ്രാവിറ്റി സ്പോർട്സിൽ നിന്നും രക്ഷപ്പെട്ടു കൊള്ളണം. All the best. പൊളിഞ്ഞോ? കൂട്ടുകാരെ നിൽക്കൂ, ഞാനും വരുന്നു. വേഗം വരൂ. ആ പോർട്ടൽ മൂടുന്നതിന് മുന്നേ നമ്മൾ നെഗറ്റീവ് ഗ്രാവിറ്റി സ്പോട്ടിൽ നിന്ന് രക്ഷപ്പെട്ട് എങ്ങനെയെങ്കിലും അകത്ത് കയറണം. വേഗം വാ മോട്ടു. കാത്തോളേ. രക്ഷപ്പെട്ടു. അടിപൊളി സിറ്റിയാണല്ലോ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. അല്ല, ആ ബിൽഡിങ്ങിനകത്ത് എന്തോ ഒരു നിഴൽ അനങ്ങുന്നത് ഞാൻ കണ്ടു. അവിടെ ആരോ ഉണ്ട്. വരൂ, പോയി നോക്കാം. വരൂ. വരൂ. ഞാൻ കാണുന്ന സമയത്ത് ഇവിടെയായിരുന്നു ഉണ്ടായിരുന്നത്. ഞാൻ നിഴല് മാത്രമാ കണ്ടത്. നമ്മൾ എല്ലാവരും അവിടെ ആയിരുന്നു. അവിടെ നിന്നാണ് ഞാൻ നിഴൽ കണ്ടത്. പക്ഷേ ഇവിടെ ആരെയും കാണാനില്ലല്ലോ. ആരും ഇല്ലല്ലോ. ഇതെന്താണ്? എന്താണ് വേണ്ടത്? എന്തിനാണ് നിങ്ങൾ ഇങ്ങോട്ട് വന്നത്? അല്ല, നിങ്ങൾ എല്ലാവരും പ്രേതങ്ങളാണോ? ഒരു സപ്പോർട്ടും ഇല്ലാതെ വായുവിലാണല്ലോ നിൽക്കുന്നത്. ഇല്ല, ഞങ്ങള് ഭൂതങ്ങളല്ല. ശരി, നിങ്ങൾ എന്തിനാണ് ഇങ്ങോട്ട് വന്നത്? ഇത് എന്റെ വീടാണ്. നിങ്ങളുടെ എല്ലാവരുടെയും കഥ ഞാനിപ്പോൾ അവസാനിപ്പിക്കും. പറയോ, നിങ്ങൾ ഡയബോളസിന്റെ ശിങ്കിടികളല്ലേ? ഇല്ല, അങ്ങനെയൊന്നും ഇല്ല. ഞങ്ങൾ എല്ലാവരും ഡയബോളസിനെ തടഞ്ഞു നിർത്താൻ വേണ്ടി വന്നതാ. ഭൂമിയിലുള്ള ജലം മുഴുവനും അവരെന്തിനാണ് മോഷ്ടിക്കുന്നതെന്ന് ചോദിക്കാൻ വന്നതാ. അവരെ പിടിച്ച് ഭൂമിയിലേക്ക് കൊണ്ടുപോകാനാ ഞങ്ങൾ വന്നത്. ഇവനാണ് മോട്ടു, ഞാൻ പത്തുലു. ഇവരെല്ലാവരും ഞങ്ങളുടെ കൂട്ടുകാരാ. ഗസീറ്റാറാം, ചിങ്കം സാർ, ഡോക്ടർ ജഡ്ക. ഡോക്ടർ ജഡ്കയോ? സയന്റിസ്റ്റ് ഡോക്ടർ ജഡ്കയോ? താങ്കൾ ശരിക്കും എന്റെ നാട്ടുകാരനാണല്ലോ. പക്ഷെ ഞാൻ പ്രേതൊന്നും അല്ല സുഹൃത്തേ.
സോറി നിങ്ങളെ എല്ലാവരെയും ഭയപ്പെടുത്തിയതിന്. ഞാനാണ് സയന്റിസ്റ്റ് സഹായി. പക്ഷെ എനിക്ക് യാതൊരു സഹായവും കിട്ടുന്നില്ല. കാരണം ഞാൻ ആ ഡയബലസിന്റെ വലയിൽ കുടുങ്ങി ഇവിടെ തന്നെ പെട്ടുപോയിരിക്കുകയാണ്. വലയോ? എന്ത് വല? അയാൾ എന്താ ചെയ്യുന്നത്? മിസ്റ്റർ ഡയബലസ് വലിയൊരു പണക്കാരൻ അറബിയാണ്. അയാൾ വെള്ളത്തെക്കുറിച്ച് റിസർച്ച് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഒരിക്കൽ എന്നോട് പറഞ്ഞു, ഭൂമിയിൽ ഒരുപാട് സ്ഥലങ്ങൾ ഉണങ്ങി വരണ്ടു പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഒരുപാട് വെള്ളമുള്ള സ്ഥലത്ത് നിന്ന് നമ്മൾ വെള്ളം എടുത്തുകൊണ്ട് പോയി വെള്ളമില്ലാത്ത സ്ഥലത്ത് നിക്ഷേപിക്കുകയാണെങ്കിൽ ഈ ഭൂമിയിൽ ഒരിക്കലും വരൾച്ച ഉണ്ടാവില്ലെന്ന് അദ്ദേഹം പറഞ്ഞു. ഒരു കർഷകനും വെള്ളം കിട്ടാതെ വിഷമിക്കുകയില്ല എന്നും പറഞ്ഞു. അതുകൊണ്ടാണ് ഞാൻ അദ്ദേഹത്തിന് സഹായിയായിട്ടിരുന്നത്. ഒരിക്കൽ ഞങ്ങൾ ഈ കാര്യത്തിൽ വിജയിക്കുകയും ചെയ്തതാണ്. അപ്പോൾ അയാൾ എന്നെ ഒരു സ്പേസ് ഷിപ്പിനകത്തിരുത്തി ഈ പ്ലാനറ്റിലേക്ക് കൂട്ടിക്കൊണ്ടു വന്നു. ജോലിയെല്ലാം എങ്ങനെ നടക്കുന്നു? ഇനിയും 10% ബാക്കിയുണ്ട്. ഇനിയും കുറച്ചു നാളുകൾക്കുള്ളിൽ പൂർത്തീകരിക്കാൻ കഴിയും. മിസ്റ്റർ ഡയബോളസ്, ഇതൊക്കെ എന്താണ്? ഇവിടെ നോക്കൂ, ഈ ഡാമിൽ നിറഞ്ഞിരിക്കുന്ന വെള്ളമില്ലേ, ഇതെല്ലാം ഞാൻ ഭൂമിയിൽ നിന്ന് കൊണ്ടുവന്നതാണ്. എന്നിട്ട് ഈ ജോലി താൻ പറഞ്ഞ ടെക്നോളജി ഉപയോഗിച്ചാണ് ഇതുവരെ ചെയ്തെത്തിച്ചത്. ഇത് സത്യം പറഞ്ഞ എന്റെ സ്വന്തം ഗ്രഹമാണ്. ഞാൻ ഇവിടെ ഒരു പുതിയ ലോകമാണ് സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് തന്റെ സഹായത്തോടെ ക്ലൗഡ്സിനെ വെച്ച് വെള്ളം ഷിഫ്റ്റ് ചെയ്യാനുള്ള എക്സ്പെരിമെന്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു ഞാൻ. നീ ക്ലൗഡ്സിനെ ഉപയോഗിച്ച് വെള്ളം ഇവിടെ കൊണ്ടുവരണമെന്നാണോ ആഗ്രഹിച്ചത്? അതെ. അപ്പോൾ നീ എന്നെ ഇത്രയും നാൾ വിഡ്ഢിയാക്കുകയായിരുന്നു അല്ലേ? ഭൂമിയിലെ വെള്ളം ഒരു ഭാഗത്ത് നിന്ന് മറുഭാഗത്ത് കൊണ്ടുപോയി വരൾച്ച ഒഴിവാക്കണമെന്നല്ലേ നീ എന്നോട് പറഞ്ഞത്? എല്ലാം കറക്റ്റ് ആയിട്ടാണല്ലോ പറയുന്നത്. ഞാൻ ഈ കാര്യം നേരത്തെ തന്നോട് പറഞ്ഞിരുന്നെങ്കിൽ താൻ എന്നെ ഇത്രയും ദൂരം സഹായിക്കില്ലേ? ഇപ്പൊ ഞാൻ ക്ലൗഡിന്റെ സഹായത്തോടെയാണ് ഭൂമിയിലുള്ള വെള്ളമെല്ലാം ഇവിടെ കൊണ്ടുവന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷെ ഇതൊരു ദൈർഘ്യമുള്ള പ്രോസസ്സാണ്. ഞാൻ ഒരു എക്സ്പെരിമെന്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതായത് എങ്ങനെയാണ് ഭൂമിയിലെ എല്ലാ വെള്ളവും ഒറ്റയടിക്ക് ഇവിടെ കൊണ്ടുവരിക എന്നുള്ളത്. താൻ ഇനി എന്നെ ആ ഗവേഷണത്തിലാണ് സഹായിക്കാൻ പോകുന്നത്. ഇല്ല, ഞാൻ അങ്ങനെ ഒന്നും ചെയ്യില്ല. അങ്ങനെ ചെയ്താൽ ഭൂമിയിലുള്ള ആൾക്കാരുടെ ജീവിതം നശിച്ചു പോകും. ഞാൻ നിന്നെ സഹായിക്കുകയില്ല. പിടിക്കാളെ, അയാൾ ഇവിടുന്ന് മടങ്ങാൻ സാധിക്കരുത്. തനിക്ക് എന്റെ അടുത്തുനിന്ന് ഒരിക്കലും രക്ഷപ്പെടാൻ സാധിക്കില്ല. അങ്ങനെ ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ട് അവന്റെ മുന്നിൽ പെടാതെ ഇവിടെ വന്ന് ഒളിച്ച് ജീവിക്കുകയാണ്. എനിക്കിപ്പോൾ ഭൂമിയിലേക്ക് തിരിച്ചു പോകാനും പറ്റുന്നില്ല. ഇവിടെ ഇരുന്ന് ഞാൻ ബെറിൻഡോ ട്രൈബോ ലീഡർക്ക് സഹായം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ക്ലൗഡ്സിനെ മോഷ്ടിക്കുകയും ക്യാപ്സൂൾ രൂപത്തിൽ വെള്ളം കളക്ട് ചെയ്യുകയും ഈ കാര്യങ്ങളൊക്കെ ഞാനാണ് അയാൾക്ക് പറഞ്ഞു കൊടുത്തത്. ഇവിടെ ബെറിൻഡോ ട്രൈബേഴ്സ് എന്ന കുറച്ച് ആൾക്കാരുണ്ട്. അവർ വളരെ രഹസ്യമായി എനിക്ക് സഹായം ചെയ്യും. ഡയബ്രോസിന്റെ കൂടെ യുദ്ധം ചെയ്യുന്നതിന് മുമ്പ് ഞങ്ങൾക്ക് അവനെ കുറിച്ച് അറിഞ്ഞിരിക്കണം. അവൻ എങ്ങനെയുള്ളവനാണ്, അവന്റെ പവർ എന്താണ്, മാത്രമല്ല അവനെ എവിടെ കിട്ടും. അവനെയും അവന്റെ ശക്തിയെയും അവൻ പോലും അറിയാതെ ഞങ്ങൾക്ക് കാണണം. മനസ്സിലായോ? അവന്റെ പ്രതിമ സ്ഥാപിക്കാൻ പോവുകയാണ്. ഞാൻ നിങ്ങളെ അവിടേക്ക് കൂട്ടിക്കൊണ്ടു പോകാം. Attention! Guards, stand at ease. കൂട്ടുകാരെ, വളരെ പെട്ടെന്ന് ഞാൻ എനിക്കിഷ്ടമുള്ള കുറെ മനുഷ്യർ ഇവിടെ കൊണ്ടുവന്ന് ഒരു പുതിയ ലോകം സൃഷ്ടിക്കാൻ പോകുകയാണ്.
നിങ്ങളെല്ലാവരും വളരെ കഠിനമായിട്ട് പ്രയത്നിച്ചിട്ടുണ്ട്. അതുകൊണ്ടൊരു സമ്മാനമുണ്ട്. നല്ല മണം. നല്ല മണം, നല്ല മണം. സമൂസേ, 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 സമൂസേ. എന്തിനാണ് ഹെൽമെറ്റ് വെച്ചിരിക്കുന്നത്? അഴിക്കൂ. അത് നല്ല കാര്യം. മനസമാധാനത്തോടെ ഇരുന്ന് കഴിക്കൂ. ഓക്കേ, വലിയേട്ടാ. എന്റെ ഡയബ്രോസ് ചേട്ടാ, സമൂസ എവിടെ? സമൂസ എവിടെയാന്ന് ചോദിച്ചത്. ഇത് വെറും സമോസയുടെ ഇമേജസ് മാത്രമാണ്. എന്നെ പുറത്തിറക്കാൻ ചെയ്ത ഒരു അഭ്യാസം. എനിക്ക് മനസ്സിലായായിരുന്നു നിങ്ങൾ എന്റെ നഗരത്തിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞുവെന്ന്. എന്നിട്ട് എന്നെ സന്ദർശിക്കാനായിട്ട് ഇവിടെ വരെ വന്നു ചേരുമെന്ന്. ഇയാളുടെ കൂട്ടുകാരെല്ലാം ഒന്ന് മുന്നോട്ട് വന്നേ. ഇനി ഒളിച്ചിരുന്നിട്ട് ഒരു കാര്യവുമില്ല. വെൽക്കം ടു ദ വേൾഡ് ഓഫ് ഡയാബോളസ്. ഡയാബോളസിന്റെ ലോകത്തേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. നിങ്ങൾ എല്ലാവരും എന്റെ കഥ തീർക്കാനല്ലേ ഇങ്ങോട്ട് വന്നത്. പക്ഷെ ഞാനൊരു സൗഹൃദത്തിന്റെ ഓഫറാണ് അങ്ങോട്ട് വെക്കുന്നത്. എന്റെ കൂടെ ചേർന്ന് പ്രവർത്തിക്കൂ. നിങ്ങൾ നന്നായിട്ട് ജോലി ചെയ്യുന്നവരല്ലേ. നീ ആവശ്യമില്ലാതെ സമൂസയെ കാണിച്ചെന്നെ കൊതിപ്പിച്ചിട്ട് ഒന്നും അറിയാത്തതുപോലെ നിൽക്കുകയാണല്ലേ. അങ്ങനെയുള്ള നിന്നെ ഞങ്ങൾ ഒരിക്കലും സഹായിക്കില്ല. എന്റെ അമ്മോ, ഈ നേരത്തും ഇവന് സമോസനെ കുറിച്ചുള്ള ചിന്ത മാത്രമേ ഉള്ളൂ. You are now under arrest. The name is Chingam. Inspector Chingam. ചിങ്കത്തിന്റെ അടുത്ത് രക്ഷപ്പെടുന്നത് impossible. അറിയാമല്ലോ, impossible. Yeah, കണ്ടോ? ദിം തരകിട ദാ. തലാങ്കു തകത ബിതോം. Come on. ചാർ. Yeah. തകത ബി. എന്റെ അമ്മോ. കൊള്ളാലോ. അയാൾ എന്നെ അറസ്റ്റ് ചെയ്യുന്നല്ല പറഞ്ഞത്, പക്ഷെ സ്വന്തമായിട്ട് അക്കടി പറ്റിയിരിക്കുകയാണ്. നിങ്ങൾക്കറിയില്ല ഞാൻ എത്ര വലിയൊരു മഹാകാര്യമാണ് ചെയ്യുന്നതെന്ന്. ഐ ആം ദ ക്രിയേറ്റർ ഓഫ് എ ന്യൂ വേൾഡ്. എന്റെ കൂടെ വരൂ, ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ഞാൻ എന്താണ് ചെയ്യുന്നതെന്ന്. എനിക്ക് നിങ്ങളെ പോലുള്ള ആൾക്കാരുടെ സഹായം ആവശ്യമുണ്ട്. ഇൻസ്പെക്ടർ ചിങ്കം പോരെ. എന്റെ അമ്മോ, കുടുങ്ങിപ്പോയല്ലോ. ഞാൻ നിങ്ങളുടെ ഏറ്റവും ധനികരായ, സ്മാർട്ടായ, ഇന്റലിജന്റ് ആയ ആൾക്കാരെ എല്ലാവരെയും കൊണ്ടുവന്ന് ഇവിടെ ഒരു പുതിയ ലോകം ഞാൻ സൃഷ്ടിക്കും. ഇവിടുത്തെ എല്ലാ സിസ്റ്റവും എന്റെ ചൊൽപ്പടിയിലായിരിക്കും. അതിനുവേണ്ടി തന്നെ എനിക്ക് വെള്ളത്തിന്റെ ആവശ്യമുണ്ട്. അതാണ് ഞാൻ ഭൂമിയിൽ നിന്ന് ഇറക്കുമതി ചെയ്യുന്നത്. അല്ല, നിങ്ങളെല്ലാവരും കൂടി ഭൂമിയിലുള്ള വെള്ളം ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നാലേ ഭൂമിയിലുള്ള ജനങ്ങൾക്കൊക്കെ പിന്നെ എന്ത് പറ്റും? വെള്ളം ഇല്ലാതെ അവരൊക്കെ മരിക്കേണ്ടി വരും കേട്ടോ. ഐ ആം ദ ക്രിയേറ്റർ. ഞാൻ തന്നെ സൃഷ്ടിക്കും, ഞാൻ തന്നെ നശിപ്പിക്കും. എന്തെങ്കിലും കിട്ടാനായിട്ട് എന്തെങ്കിലും നഷ്ടപ്പെട്ടേ പറ്റൂ. ഒരഞ്ഞിട്ട് എക്സ്ട്രാ ഓർഡിനറി അല്ലാത്തവരെ പറ്റി ഞാൻ ചിന്തിക്കാറില്ല. എനിക്ക് അവരെ ആവശ്യമില്ല. അവര് വെള്ളമില്ലാതെ ചിലപ്പോ മരിച്ചു പോയേക്കാം. ഐ ഡോണ്ട് കെയർ. നിങ്ങളെ പെർഫെക്റ്റ് ആയിട്ടുള്ള മനുഷ്യന്മാരുടെ ലോകമല്ല ഉണ്ടാക്കിയിരിക്കുന്നത്. ഇവിടെ മനുഷ്യന്മാർ റോബോട്ടിനെ പോലെയാണ് ജീവിക്കേണ്ടി വരിക. നീ എന്തൊക്കെയാണോ പറയുന്നത് അതൊക്കെ ആയിരിക്കും അവർ ചെയ്യുന്നത്. ആർക്കും അവരവരുടെ ഇഷ്ടപ്രകാരം ജീവിക്കാൻ കഴിയില്ല. ഇപ്പോൾ വളരെ സമാധാനത്തോടുള്ള ഭൂമിയെ നശിപ്പിച്ച് നീ ഉണ്ടാക്കുന്ന ഈ പുതിയ ലോകം ആരെയും സന്തോഷത്തോടെയും സമാധാനത്തോടെയും ജീവിക്കാൻ സമ്മതിക്കില്ല. അതിനെന്താ, ഭൂമിയിലും അവര് നന്നായിട്ട് ജോലി ചെയ്യാറില്ലേ? ഞാൻ അവരെ എന്റെ ഈ പെർഫെക്റ്റ് ലോകത്തേക്ക് കൊണ്ടുവന്നിട്ട് ഒരു പെർഫെക്റ്റ് ലൈഫ് സമ്മാനിക്കും. നിങ്ങൾ എന്റെ ഈ മഹാജോലിയിൽ എന്നെ സഹായിക്കുമോ? ഞാൻ ഈ ഓഫർ നിങ്ങൾക്ക് തരുന്നതിന് കാരണം നിങ്ങൾ ഏവരും എക്സ്ട്രാ ഓർഡിനറി ആയതുകൊണ്ടാണ്. ഒരിക്കലും പറ്റില്ല. നിന്റെ അടിമയായി ജീവിക്കാൻ ഞങ്ങൾക്ക് ആർക്കും ഒരു താല്പര്യവുമില്ല. അടിമ നിങ്ങൾ ആയിരിക്കുന്നു. നിങ്ങൾ ഇങ്ങോട്ട് വന്നത് നിങ്ങളുടെ സ്വന്തം ഇഷ്ടപ്രകാരമാണെങ്കിൽ നിങ്ങൾ പോകുന്നത് സ്വന്തം ഇഷ്ടപ്രകാരമായിരിക്കില്ല. Watch India's largest kids library only on Jio Hotstar. Download the app now.